പറ്റുമോ? വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല പേടി, പക്ഷെ ഞങ്ങളുടെ സുരക്ഷയാണ്. എങ്ങനെയെങ്കിലും ഒരു വീട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുവാൻ സാധിക്കുമോ? നാട്ടിലെ ഒരു വീട്ടമ്മയുടെ ദീനരോധനമാണ്. ഇതുപോലെയുള്ള പല ദീനരോധനങ്ങളും കേട്ട് മനസ്സറിഞ്ഞ് കണ്ടു നനയിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. പക്ഷേ കേട്ടതുകൊണ്ട് മാത്രം ഉള്ളിൽ തട്ടണമെന്നില്ല. ഹൃദയമുണ്ടെങ്കിലല്ലേ ഹൃദയത്തെ തട്ടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ പറഞ്ഞു വന്ന ആ വീട്ടമ്മയുടെ രോദനം കേട്ട് ആ രോദനത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയം വികാരങ്ങളോടുകൂടി സഹായഹസ്തം നീട്ടുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ ഈ മെലോഡിക് ഡാൻസ് ഫീസ്റ്റിലേക്ക് ഗസ്റ്റായി വന്നിരിക്കുന്ന ഹസീൻ മുഹമ്മദ്, വൈഫ് ജോ, അതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ തുടക്കകാലം മുതൽ ഈ പള്ളി പണിക്ക് വേണ്ടിയിട്ട് എപ്പോഴൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആ സമയങ്ങളിലെല്ലാം നമ്മളെ അകമൊഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, രുക്മിണി പത്മകുമാർ. രുക്മിണിയും പത്മകുമാറും നമ്മളെ ആദ്യകാലം മുതൽ ഈ പള്ളിക്ക് വേണ്ടി ഒത്തിരി സംഭാവന ചെയ്തിരിക്കുന്ന ആളും ചെയ്യുന്നു. In the year of St. Joseph in 2021, our Achan came up with an idea for the Joseph Fathers. An idea for the Joseph Fathers in the year of St. Joseph. Build a house in Kerala. At that time, that was in 2022, the news delivered and blessed in March of this year. Thanks to Tony Achan, thanks to the Joseph Father leads at that time, and also for those who have contributed for this noble project. Thank you very much. Build a house projectന്റെ മനോഹരതയും മാധുര്യമയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മറിയം മദേഴ്സ് ഈ വർഷം ജോസഫ് ഫാദേഴ്സിന്റെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രോജക്ടിനെ മറ്റൊരു തലത്തിലെത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. ഇവിടെ ആരും അവശരല്ല, ഇവിടെ അവശ കലാകാരന്മാരില്ല, ഇവിടെ അവശ കലാകാരികളുമില്ല എന്ന് ആവേശപൂർവ്വം സ്റ്റേജിന് പുറത്തുമായിട്ട് പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന ഒരു പറ്റം ഫാദേഴ്സും മദേഴ്സും ഇവിടെ ഉണ്ട്. അവരുടെ മുദ്രാവാക്യം തന്നെ മാക്സിമം പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ചെറുതും വലുതുമായിട്ടുള്ള താരകങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ന്യൂജേഴ്സിയിലെ, പ്രത്യേകിച്ച് സോമർസെറ്റിലെ മലയാളി സമൂഹത്തോടെ എനിക്കൊന്നേ അപേക്ഷിക്കാനുള്ളൂ. ഈ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണമേ. ഈ ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെൽക്കം ആൻഡ് എൻജോയ് ദ പ്രോഗ്രാം.